വിശേഷം? അപ്പൊ നമ്മളിപ്പോ കൃഷ്ണവിലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് പാലക്കാടാണ് സ്ഥലം. അപ്പൊ ഞാനും ഏട്ടനും കൂടെ ഇങ്ങോട്ട് വന്നിട്ട് ഇമ്മക്കുട്ടി ഓൾറെഡി ഇന്നലെ തന്നെ പാലക്കാട് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ ഒരു ഷൂട്ടിന് ഞാൻ ഇവിടെ നിൽക്കാൻ വിചാരിച്ചു. വൈകിട്ട് വരെ കഷ്ടി കേട്ടോ. നാളെ എന്നിട്ട് പാലക്കാട് നിന്നിട്ട് ഇവിടെ വീട്ടിൽ നിന്നിട്ട് തിരിച്ച് തൃശ്ശൂർ പോകാൻ. മറ്റന്നാൾ ഇമ്മക്കുട്ടിക്ക് സ്കൂളുണ്ട്. ഇന്ന് അവധിയാണ്. അപ്പൊ അങ്ങനെ കണക്കാക്കി വന്നിട്ടുള്ളതാണ് കേട്ടോ. ശരിക്കും ഓണത്തിന്റെ ഷൂട്ടും കൂടി ഉദ്ദേശിച്ചിട്ടാണ്. ഓണത്തിന് ഇനിയും കുറെ ദിവസമുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു നേരത്തെ തന്നെ എടുത്തു വെക്കാം. ഇനി 2-3 ട്രാവലൊക്കെ ഉണ്ട്. ചിലപ്പോൾ അടുത്ത മാസം ഗോവയ്ക്കൊക്കെ പോകും. പിന്നെ ആ തിരക്കിന്റെ ഇടയിൽ ബഹളാവണ്ടല്ലോ വിചാരിച്ചിട്ട് വരണ സമയത്താണ് എൻ്റെ ഒരു നഖം പൊട്ടിപ്പോയത്. അപ്പൊ നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ വേണം ഷൂട്ട് ചെയ്യാനായിട്ട്. അത് അബദ്ധമായി. ഒരു നെയിലെങ്കിലും എടുത്തിരുന്നെങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ചില്ല. ആക്രിലിക് എനിക്ക് തോന്നുന്നു ഞാൻ വരണ സമയത്ത് തൊട്ട് മുമ്പായിട്ട് വേസ്റ്റിന്റെ ഇത് കുറച്ച് കനുണ്ടായിരുന്നു. അതെടുത്തിട്ട് കളയുക. അതിന്റെ ഇടയിൽ തട്ടി ധൃതിക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ പോകുന്നു. അപ്പൊ അത് ഇനി നോക്കണം കേട്ടോ. പിന്നെ ഞാൻ മേക്കപ്പ് ഏകദേശം ചെയ്തിട്ടാ വന്നത്. ഇനി ഒന്ന് ടച്ച് ചെയ്ത് ഹെയർ സ്റ്റൈൽ ചെയ്യണം. ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് റെഡി ആയിട്ട് നമുക്ക് ഇറങ്ങാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടേക്ക് വരുന്നത്. ഇത് കുറച്ചൊരു ആയുർവേദത്തിന്റെ അങ്ങനെയൊക്കെ ടച്ചുള്ള തരത്തിലുള്ള അങ്ങനത്തെ ഹോട്ടൽ ഉണ്ടാവില്ലേ, അത് സ്റ്റേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ അവർ ഷൂട്ടിനും കൊടുക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ചോദിച്ചിട്ട് ഇപ്പൊ എത്രയാ പറഞ്ഞ 5 മണിക്കൂറിന് എന്തോ 2000 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് 5 മണിക്കൂറിൽ മാക്സിമം ഔട്ട്ഫിറ്റ്സ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്കിത് മുതലാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഈ സമയം നിൽക്കുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരില്ലേ. നമ്മുടെ ഫോട്ടോഗ്രാഫർ ഇപ്പോൾ വരും, വീഡിയോഗ്രാഫർ ഇപ്പോൾ വരും. അപ്പൊ നമുക്കിനി പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മളിങ്ങനെ കുറച്ചൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അവിടെ എങ്ങനെയാണുള്ളത്. ഇപ്പൊ നമുക്ക് റൂമുണ്ട്. അതായത് ഷൂട്ടിന് വേണ്ടിയിട്ട് അവര് നമുക്കൊരു റൂം അലൗട്ട് ചെയ്ത് തരും. നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഇത് നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൂമാണ്. റൂമിനെക്കാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടത് വാഷ്റൂം. ഹായ്, വിശാലമായ ബാത്റൂം. ഇതാണ് എന്റെ സ്വപ്നത്തിലെ ബാത്റൂം. നമ്മുടെ വീട്ടിലൊക്കെ ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ. ഇത്ര ഉണ്ടാവുമായിരിക്കും നമ്മുടെ വീട്ടിലത്തെ ടോട്ടലായിട്ട്. അത് വലിയൊരു ബാത്റൂം എന്നുള്ള രീതിയിൽ. ബാക്കിയൊക്കെ ഇതിലും ചെറുതായിരിക്കില്ലേ. ഇത് കണ്ടോ, നല്ല വിസ്തരിച്ചിട്ടുള്ള ബാത്റൂം. കഴുകാനാണ് പ്രയാസം. അതൊരു കാര്യം കേട്ടോ. ഇതിപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിലത്തെ ബാത്റൂം അത്ര തന്നെ മതി. കാരണം നമ്മൾ തന്നെ കഴുകുമ്പോ എത്ര ചെറുതാണോ അത്രയും നല്ലതല്ലേ. അല്ലെ ഇങ്ങനെ നമുക്ക് ഹെൽപ്പിനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്ര വലിയ ബാത്റൂം ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ. ഓടൊക്കെയാടാ, AC ഇല്ലാട്ടോ. അതുകൊണ്ട് ഒരു വേറൊരു വൈബാണ്. അപ്പൊ നമുക്ക് റെഡി ആവാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് ഇതാണ്. ഇതൊരു ലെഹങ്കയാണ് കേട്ടോ. ഇതിങ്ങനെ ഓണം എന്നുള്ള രീതിയിൽ മാത്രല്ല എന്നുള്ളതല്ല. ഇത് 2-3 എണ്ണം കുറച്ച് ഹെവി ആയിട്ടുള്ളതുണ്ട് കേട്ടോ. ബാക്കി ഒരു 5 എണ്ണം ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ളതാണ്. അത് പക്ക ഓണത്തിന് നമുക്ക് നമ്മുടെ സാരിയൊക്കെ വെട്ടി തയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് മുടിയൊക്കെ കെട്ടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതിനൊക്കെ കുറച്ച് സമയം എടുക്കും. അങ്ങനെ ആകുമ്പോ നമുക്ക് എക്സ്ട്രാ ടൈം ആവും കേട്ടോ. അപ്പോ നമുക്ക് വിചാരിച്ചത്ര ഔട്ട്ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് ഞാൻ നിൽക്കുന്നില്ല. അതിന് വിചാരിച്ചു ഇത് ജസ്റ്റ് മുടി അഴിച്ചിടാനും മുല്ലപ്പൊക്കെ മേടിച്ചായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് അല്ലേ ഇത്, ജസ്റ്റ് ഒന്ന് അഴിച്ചിടാം. പിന്നീട് നമുക്ക് വേണമെങ്കിൽ കെട്ടാലോ. ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റും ചെയ്യാണ്. മുടിയൊക്കെ ഇങ്ങനെ പിടിച്ച് വലിക്കുന്നു. ഇങ്ങനെ കറവറാനൊക്കെ സ്ട്രെയിറ്റും ചെയ്ത് മുടിയൊക്കെ പൊട്ടിപ്പോട്ടോ. ഇത്ര മതിയെന്ന് തോന്നുന്നു. കുറച്ചിങ്ങനെ കിടക്കുന്നുണ്ട്. നമുക്കിനി ജസ്റ്റ് ഒന്ന് കുറച്ച് വോളിയം തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് മെയിനായിട്ട് ഞാൻ ഓൾറെഡി കാജൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഒന്നും കൂടി ഒന്ന് നമുക്ക് ടച്ച് ചെയ്യാം കേട്ടോ. ഇത് ബ്ലൂ കളറിലുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതാണല്ലോ ബ്ലൂ ഡ്രസ്സ് ആയതുകൊണ്ട് നല്ല രസമുണ്ടാവും. ഇത് കെ ബ്യൂട്ടിയുടെ കാജലാണ് കേട്ടോ. അടുത്തതിനൊക്കെ നമുക്ക് ബ്ലാക്ക് വെച്ചിട്ട് ടച്ച് ചെയ്യാം. കുറച്ച് തിക്കായിട്ട് എഴുതാം കേട്ടോ. ഇത് നമുക്ക് കണ്ണ് ഫോക്കസ് ചെയ്യാം. ഇതിൽ ഞാൻ തോന്നുന്നുണ്ടോ? അപ്പൊ മതി, നമുക്കിത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഔട്ട്ഫിറ്റും ഓരോ ഭാഗങ്ങളിലായിട്ട് എടുക്കാം വെച്ചിട്ട്. ഇവിടെ ഇങ്ങനെ അത്യാവശ്യം നല്ല ഏരിയ ഉള്ള കാരണം ഉണ്ടല്ലോ, നമുക്ക് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. പൊട്ടും റിപ്പീറ്റേറ്റീവ് ആയിട്ട് തോന്നില്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം എടുക്കാമെന്ന് വിചാരിച്ചത്. ഇതുണ്ടല്ലോ റീലായിട്ടും അതേപോലെ തന്നെ ഇങ്ങനെ ഫോട്ടോസൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ല രസം ഉണ്ടാവുക. യൂഷ്വലി ഞാൻ അങ്ങനെ റീലും ഫോട്ടോ ഒക്കെ ആയിട്ട് ഇട്ടതിന് ശേഷമേ വ്ളോഗ് ഇടാറുള്ളൂ. ഇന്നിപ്പോൾ ഇനി കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് കേട്ടോ ഞാനിത് മുന്നേ തന്നെ ഇടാമെന്ന് വിചാരിച്ചത്. ഞാൻ അവിടെ ഇങ്ങനെ മിക്സറും
ഇത് എന്തെയോ ചിപ്സും ഒക്കെ ഇരിക്കുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ദാ കൃഷ്ണവിലാസ് അതാണ്. നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്റ്റേ നമ്മൾ ഇതുവരെ ചെയ്തു നോക്കിയിട്ടില്ല, അതിപ്പോൾ ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ റെൻറ്റിന് എടുത്തതാണ്. അപ്പൊ നമ്മൾ വേഗം ഈ ഔട്ട്ഫിറ്റിന്റെ വൈൻഡപ്പ് ചെയ്തു കേട്ടോ. ആദ്യത്തെ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തു. അടുത്തത് നമുക്ക് ഈ ഒരു പീച്ച്, ലൈറ്റ് പീച്ച് ഉണ്ടല്ലോ, ആ ഷെയ്ഡിലുള്ള ഒരു സ്കേർട്ട് ടോപ്പ്, വേണമെങ്കിൽ ലെഹങ്ക ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്കിൽ കണ്ടോ ഇതുപോലെ ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചിടണം. പിന്നെ ഫ്രണ്ടിലാണ് ഹുക്ക് വരുന്നത്. പക്ഷെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഇതിന്റെ ദുപ്പട്ട ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇതിന് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ജ്വല്ലറി പെയർ ചെയ്യാന്നുള്ളതാണ്. ഞാൻ അവിടെ ഇല്ല, നമ്മുടെ കയ്യിലുള്ള കുറച്ച് ജ്വല്ലറി കൊണ്ടുവന്നേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കി പെയർ ചെയ്യാന്നുള്ള രീതിയിൽ ഇത് കോൺട്രാസ്റ്റ്. അപ്പൊ ഇത് കുറച്ച് ഡാർക്ക് ആണല്ലോ, അപ്പോൾ ഇത് അങ്ങനെ പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ലെങ്കിൽ അതിന്റെ ഓവറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമ്മല് മാത്രം ഇതിടാം. ഇത് പക്ക നല്ല സൂട്ടാവും കേട്ടോ ഇതിന്. കാരണം ആ ഒരു പീച്ച് ഷെയ്ഡിന്റെ ബീഡ്സും ഉണ്ട്, ചെറിയൊരു കോൺട്രാസ്റ്റ് ഷെയ്ഡിലുള്ള ബീഡ്സും ഉണ്ട് കേട്ടോ. നന്നായിട്ട് ചേർന്നു പോവേ. നമുക്ക് നോക്കാം കേട്ടോ ഇട്ടിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഇത് എങ്ങനെ എല്ലാവരും ചെയ്യുക. ഇത് സ്റ്റിക്ക് ഓൺ ബ്ലൗസ് ഇതാണ് കേട്ടോ. ഞാൻ എല്ലാ ബ്ലൗസസിന്റെയും കൂടെ ഇടാം. പക്ഷെ ബ്ലൗസസ് എല്ലാം ഇതേപോലെ പാഡഡ് ആയിട്ടാണ് വരിക. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഇടുന്നത് എനിക്കൊരു സേഫ്റ്റി, അത് മാത്രമല്ല എനിക്ക് എന്തായാലും സ്മോൾ ബസ്റ്റ് ആണ്, എനിക്ക് അധികം ഇല്ല. അപ്പൊ പിന്നെ എനിക്കിത് ഇട്ടാലും അധികം ഓവറായിട്ട് തോന്നുന്നില്ല. അപ്പൊ ഹെവി ബസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഇതും കൂടി വരുമ്പോൾ ഭയങ്കര കൂടുതലായിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് ഇടേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഇത് ലൈറ്റ് ആയിട്ടുള്ളത് ആണ് ഇപ്പൊ എന്റെ കയ്യിലുള്ളത്. ഇതിന്റെ കുറെ കൂടി കട്ട് ചെയ്തിട്ടുള്ളത് ഉണ്ടാവും. അങ്ങനെ കൂടുതൽ തോന്നിക്കണെന്ന് വെച്ചാൽ അങ്ങനെ ഇടാം. ഒക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒരു ബൺ കെട്ടിയിട്ടുണ്ട്. ഇതിന് ബൺ തന്നെയാണ് നല്ലത്, കാരണം പിന്നെ ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് ഉള്ള കാരണം ബൺ നന്നായിട്ടുണ്ടാവും കേട്ടോ. നല്ല സ്ലീക്ക് ആയിട്ടുള്ള ബണ്ണാണെങ്കിൽ കുറച്ചുകൂടി രസമുണ്ടാവും തോന്നി. മെസ്സി ബണ്ണൊക്കെ കെട്ടിയാലും ഭംഗി ഉണ്ടാവും കേട്ടോ. പക്ഷെ അതിനിപ്പോ ഇതില്ല, സമയമില്ല. ആക്ച്വലി എനിക്ക് ഈ സൈഡായിരുന്നു ഇഷ്ടം, അവിടെ വെച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ എന്തായാലും വെച്ച സ്ഥിതിക്ക് ഇങ്ങനെ ഇരുന്നോട്ടെ. നീ മേക്കപ്പ് ഒക്കെ ഒന്ന് ടച്ച് ചെയ്യാം. വേറൊരു പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഒന്ന് നഖം പോയി, അത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ സൂചി എടുക്കാൻ പറഞ്ഞു, അതാണ് പ്രശ്നം. ഇതാണെങ്കിൽ സൂചി ഇല്ലാണ്ട് നിൽക്കുകയില്ല, അങ്ങനത്തെ ഒരു മെറ്റീരിയൽ. പിന്നെ ഇത് നമുക്ക് ധാവണി പോലെ തന്നെ ഡ്രേപ്പ് ചെയ്യാൻ കേട്ടോ. കാരണം ഫ്രണ്ടിലല്ലേ ഹുക്ക് വരുന്നത്. എനിക്ക് ഈ ഫ്രണ്ടിൽ ഹുക്ക് വരുന്നത് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളത് തീരെ ഇഷ്ടമാണ്. ബാക്കിലാണ് ഹുക്ക് വരുന്നത് വെച്ചാൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. ഇത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് സാരി പോലെ ഇങ്ങനെ ഇടുന്ന തന്നെയല്ലേ നല്ലത്. പക്ഷെ ഇവിടെ കുത്താണ്ടുണ്ടല്ലോടാ, പറ്റണേ ഇല്ല, ഭയങ്കര കഷ്ടമായി. കുറച്ച് നമുക്ക് ഇങ്ങനെ ഇടാം കേട്ടോ. പക്ഷെ അതിനൊക്കെ നമുക്ക് സൂചി ഉണ്ടെങ്കിൽ തന്നെ പറ്റുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് പാഡഡ് തന്നെയാണ് കേട്ടോ. അപ്പൊ സ്റ്റിക്ക് ഓൺ ബ്രോ വെക്കുമ്പോ എന്താന്ന് വെച്ചാൽ നമ്മൾ കുനിയുമ്പോഴോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും ഓടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ടെൻഷന്റെ ഒരു കാര്യമില്ല. ഷൂട്ടിന്റെ ഒക്കെ സമയത്ത് എപ്പോഴും നമുക്കൊരു ഷോർട്ട്സും സ്റ്റിക്ക് ഓൺ ബ്രോയും മസ്റ്റാണ്. കാരണം ചെറിയ ഡ്രസ്സ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാലൊന്നും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നരുതല്ലോ, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മളെല്ലാം എഡിറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്, പക്ഷെ എന്നാലും ഒരു സേഫ്റ്റിക്ക് എപ്പോഴും അത് നോക്കുന്നത് നല്ലതാണ്. പിന്നെ വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തത് നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം. ഇത് ശരിക്കും നല്ല രസമായിട്ടുള്ളൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡിലുള്ളതാണ്. പക്ഷേ ഇങ്ങനെ ഫോണിലൊക്കെ എടുക്കുമ്പോൾ ഒരു ബേജ് ഷെയ്ഡിലായിട്ടാണ് തോന്നുന്നത് വെളിച്ചത്തിൻ്റെ ഒക്കെ. പക്ഷെ നമ്മൾ ശരിക്കും ഫോട്ടോസും റീലൊക്കെ ഇടുമ്പോൾ കറക്റ്റ് ഇത് കളറായിട്ട് വരും കേട്ടോ. സെർലിൻ എന്ന് പറഞ്ഞ ബുട്ടീക്കാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ട്. അവരുടെ ഒരു ഗ്രീൻ ഔട്ട്ഫിറ്റ് ധാവണി ഞാൻ ചെയ്യിപ്പിച്ചിട്ട് ഇട്ടിട്ട് അടിപൊളിയായിരുന്നു. ഒരുപാട് പേർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ഔട്ട്ഫിറ്റ് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഗ്രാൻഡ് ആയിട്ടുള്ള 3 ഔട്ട്ഫിറ്റ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഔട്ട്ഫിറ്റിന് ഇട്ട കമ്മൽ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിന് നന്നായിട്ട് ചേരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇതന്നെ ഇരുന്നോട്ടെ എന്നത്. നല്ല രസമില്ല ഇത് കാണാനായിട്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പഫ് സ്ലീവ്സും ഒക്കെ ആയിട്ട് ഹെയർ സ്റ്റൈല് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തെന്ന് വെച്ചാൽ മറ്റേ മുല്ലപ്പൂ ഒക്കെ മാറ്റിയിട്ട് മറ്റേ ആമസോണിൽ നിന്ന് കിട്ടുന്ന ഹെയർ ബെയിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ പറ്റില്ലേ, ബീഡ്സിന്റെ വളച്ച് വെക്കണത്, അത് വെച്ചു. അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോ നമുക്ക് വേഗം ഇതും തീർക്കാം. ഇതുവരെ നമ്മൾ വിചാരിച്ച പോലെ പോയിട്ടുണ്ട്. ഇനിയാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് 5 കാഷ്വൽ ഔട്ട്ഫിറ്റ്സ് ഉണ്ട് ഓണത്തിന് പറ്റിയിട്ടുള്ള. കാഷ്വൽ വെച്ചാൽ അങ്ങനെ സെൽവാസും അങ്ങനെയൊക്കെ ഉള്ളതാണ്. 5 ചടപടിയെന്നായിരിക്കും കേട്ടോ നമുക്ക് തീർക്കാം. അപ്പൊ നമുക്ക് പോവാം.
പിന്നെ ഇതിന്റെ ഒപ്പം ഈ ദുപ്പട്ട ഉണ്ട്, പക്ഷെ നമ്മൾ മിക്കവാറും സ്റ്റൈലില്ലായിരിക്കും. കാരണം എനിക്ക് ഇത്ര ഒരു ഇത് തോന്നുന്നില്ല കേട്ടോ. ഡ്രസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡാർക്കും ഇത് ലൈറ്റും കൂടി വരുമ്പോ, പക്ഷെ അതിന് ആവശ്യമില്ലാന്ന് തോന്നാം. കാരണം ഇത്രയും വർക്കും ഈ ഒരു വൈറ്റ് നെക്കും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ തന്നെ രസം. നമുക്ക് കൈ പിടിക്കാം കേട്ടോ. ഇത് കൊളോസിൻ്റെ ഔട്ട്ഫിറ്റാണ്. ഇത് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഈ ഔട്ട്ഫിറ്റായിട്ട് ഭയങ്കര രസമായിട്ട് പോകുന്നുണ്ട്. ഈ തൂണും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് കരിങ്കാളിയല്ലേ ആ ഒരു വൈബാണല്ലോ തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഓണത്തിനുള്ളതാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ സാരി വെട്ടിയിട്ടുള്ള ഒരു 5 ഔട്ട്ഫിറ്റ് എന്നുള്ള രീതിയിലാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അസ്വി മലയാളത്തിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് മുന്നേ എടുത്തു വെച്ചതാണ്. സോ ദാറ്റ് നമ്മുടെ ഈ 10 വീഡിയോസിൻ്റെ തിക്കും തിരക്കും ബഹളമാകുമ്പോൾ ലാസ്റ്റത്തേക്ക് പോകണ്ട, കുറച്ച് നേരത്തെ ഇടാം. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും നീട്ടി കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ബഹളമാവണ്ട, കുറച്ച് മുന്നേ ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഓണത്തിൻ്റെ ഞാനൊരു റീലാട്ടോ, ഒരു റീല് പിന്നെ ഒരു വീഡിയോയ്ക്കുള്ള ഒരു 5 ഔട്ട്ഫിറ്റ് സാരി വെട്ടി തയ്ച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് എങ്ങനെ ഔട്ട്ഫിറ്റ് ഡിസൈൻ ചെയ്യാമെന്നുള്ളൊരു ഐഡിയയ്ക്കാണ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ട് പക്ക നല്ല രസമുണ്ടല്ലോ, നല്ലൊരു ഓണം വൈബാണ്. നമുക്ക് സാരി വെട്ടിയൊക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ ഇങ്ങനെ ഓരോ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് എന്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ, ഹെൽപ്പിന് വേണ്ടിയിട്ട്. അവളെ റെയിൽവേ സ്റ്റേഷനിലാക്കി ഞാൻ കയറ്റി വിട്ട്. അതിന്റെ വലിയൊരു കഥയുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്നിട്ട് വന്നപ്പോ തന്നെ ആക്രാന്ത കൂലിതയായി ഞാൻ സദ്യ ഒക്കെ കഴിച്ചു കേട്ടോ. പക്ഷെ തെറ്റിയ ബായോ നമ്മുടെ കുട്ടി ബായോ, അയ്യോ ഭയങ്കര വിശപ്പായിരുന്നു. അയ്യോ അതുകൊണ്ട് എനിക്ക് അതൊന്നും വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല, ഭയങ്കര വിശപ്പായിരുന്നു. അപ്പൊ ഇതാ സ്പെഷ്യൽ പായസാണ്. എന്ത് സ്പെഷ്യൽ പായസാടാ? സേമിയാണ്. പക്ഷെ എന്തുകൊണ്ടാ സ്പെഷ്യൽ ഇത്? അതെ, അച്ഛന്റെ ബർത്ത്ഡേ ആണ് അല്ലേ? ഏട്ടന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഏട്ടൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞേ. ഏട്ടൻ ഒരു ശനിയാഴ്ചയാണ് ജനിച്ചത്. ഇന്ന് ബർത്ത്ഡേ ആണ് ഏട്ടന്റെ, ഇന്നും ഒരു ശനിയാഴ്ചയാണ്. അങ്ങനെയല്ലേ ചോദിക്കാം? ആ, അപ്പോ വയസ്സ് എത്ര? അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന പറയുന്നത്? എനിക്ക് അറിയില്ല അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാതെ. പക്ഷെ ഗസ് ചെയ്ത് പറയരുത് കേട്ടോ. എനിക്ക് അറിയാം, എന്റെ വയസ്സ് അറിയാവുന്നതുകൊണ്ട്, എന്നെ കണ്ണ് എത്ര വയസ്സ് എത്രാന്ന് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുമായിരിക്കും. അങ്ങനെ പറയരുത്. കാരണം എന്താണെന്നും കൂടി പറയണം. ഏട്ടൻ ജനിച്ച ദിവസം ഒരു ശനിയാഴ്ച, ഇന്നൊരു ശനിയാഴ്ച, ഇന്ന് ഏട്ടന്റെ ബർത്ത്ഡേ. ഓക്കെ, right now. Be careful. നമുക്ക് മീൻകുളം കാണാം. വെള്ളം കേറിട്ടോ. Guys, look at this. വരണ നോക്കൂ. ഫുഡ് തരാൻ വേണ്ടിട്ട് അമ്മയാന്ന് വിചാരിച്ചിട്ടാണ് ഈ ചാടിത്തുണ്ടി വരുന്നത്. ഞാനാണെന്ന് പറഞ്ഞു ഞാൻ തിരിച്ചോടിക്കും. കാരണം ഞാൻ വരുമ്പോഴാണ് മിക്കവാറും ഇതിനെ പിടിച്ച് കറി വയ്ക്കുന്നത്. അച്ഛനാ എന്താ നിറയുണ്ട് കേട്ടോ. പൈസ അടിപൊളിയാട്ടോ. There's a snake. Okay? Snake. പാമ്പുണ്ട് ഇത്ര. I really saw it hanging around there. ഇപ്പൊ ബർത്ത്ഡേ ബോയ് എന്ത് തോന്നുന്നു? എണ്ണ ആരെയും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞതിനാണോ? ഞങ്ങളല്ലാണ്ട് വേറെ ആരെയും പുറത്തുനിന്ന് ആരെയും ഹാപ്പി ബർത്ത്ഡേ അപ്പൊ എന്നോട് നീ എന്തിനാ പറഞ്ഞത്? എന്താ അങ്ങനെ? എനിക്കൊക്കെ ഇഷ്ടം. പ്രായമാവണമെന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. ഇമ്മൂനിപ്പോ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? ഇമ്മു ഉണ്ടല്ലോ, പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ട്രഡീഷണൽ ഗേൾ ആണ്. ഫുൾ എണ്ണയൊക്കെ തേച്ച് പൊട്ടൊക്കെ രാവിലെ നോക്കുമ്പോ വലിയ ചന്ദ്രക്കുറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പട്ടുപാവാടയൊക്കെ ഇട്ട് അങ്ങനത്തെ. പക്ഷെ അമ്മയുടെ ഒപ്പാണെങ്കിൽ ഫുൾ യോയോ യോ Cool. I'm a cool. ഹാപ്പി ബർത്ത്ഡേ. I love you. Happy birthday, you best. ലിപ്സ്റ്റിക് കൊടുത്താൽ കേട്ടോ. അപ്പൊ ഞാൻ പായസം കുടിക്കും. ഇവരൊക്കെ കഴിച്ചു കൂട്ടാ. ഞാൻ പായസം കുടിക്കട്ടെ. ഭക്ഷണം കൊടുക്കണ നേരത്ത് കാണണം കേട്ടോ ഈ മീൻ. മറ്റേ ഈ തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പുഴു അതുപോലെയാണത്. എന്ത് ചാട്ട ഓട്ടാന്ന് പറയാം. ഭയങ്കര രസമാണ് നമുക്കിതിനെ കണ്ടിരിക്കാനൊക്കെ ആയിട്ട്.
ശരിക്കും അടിപൊളി ഐഡിയ ആയിരുന്നു കേട്ടോ. അച്ഛനാണ് ഇങ്ങനെ എന്തായാലും നമുക്കിങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയും ചെയ്തു കേട്ടോ ആ സമയത്ത്, ഇതൊക്കെ ഫീസിബിൾ ആവും. പക്ഷെ അച്ഛൻ്റെ ഐഡിയ ആണ് ഇത് മൊത്തം ഇതേപോലെ ചെയ്യണം എന്നുള്ളത്. പക്കയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. പാലക്കാട്. Birthday to you. You are the best father you has ever seen. Love you. അയ്യോടാ ദേവിക്കുട്ടി. ഏയ് അത് കുട്ടിയാണോ? അച്ഛന്റെ പ്രൊഫൈലല്ലേ മണാലിന്റെ പ്രൊഫൈൽ. ആ അതാണോ? എപ്പോഴതൊക്കെ വരച്ച് അച്ഛൻ മൊത്തമായപ്പോ ആ ക്ലാസ്സിലോ? അയ്യോടാ. ഹൗ സ്വീറ്റ്. ഫോട്ടോ എടുക്കാൻ ഒരു ഫോൺ തരും കേട്ടോ. I want that cat to have this set. ഒന്ന് ഓതിക്കോളൂ, അതിനിപ്പോ എന്താണ് കുഴപ്പം? ഇതിലെടുക്കട്ടെ ഫോട്ടോ? അയ്യോടാ, ഇത് നമ്മുടെ മണാലിയിലത്തെ നമ്മള്. Yes. So perfect girl. Okay, I'm gonna show you. Happy birthday to you. Happy birthday to you. Happy birthday to you. Yukutta. Happy birthday to you. Happy birthday to you. Happy birthday. Dear Acha, happy birthday to you. May God bless you and give you everything, health, wealth and long life. Happy birthday to you. ഇത് കഷ്ണം അച്ഛമ്മയ്ക്ക് കൊടുക്കാൻ. അപ്പൊ ഏട്ടന് ബർത്ത്ഡേ ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി പോവാ. അങ്ങനെ ഏട്ടന് മാത്രം, അല്ലെങ്കിൽ അച്ഛന് മാത്രമല്ലല്ലോ ബേബി എടുക്കണേ. അല്ല, എനിക്കും പിന്നെ അമ്മയ്ക്കും. അപ്പോൾ ഞങ്ങൾക്ക് പോകുന്നവർക്കും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും ആണ് കേട്ടോ എടുത്തു തരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇമ്മൂന് വേണ്ടിയിട്ടുള്ളതാണ്. ഇമ്മു ഇങ്ങനെ ഓടി നടന്നു അത് വേണോ ഇത് വേണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നടക്കാം. അപ്പോൾ ഇമ്മൂന് കൃത്യമായിട്ട് ഐഡിയ ഉണ്ട്. എവിടെ പോകുമ്പോഴും അച്ഛനും അമ്മയും മാത്രമേ കടയിൽ കൊണ്ടുപോയിട്ടൊക്കെ എടുത്തു കൊടുക്കുള്ളൂ. ഞാനൊക്കെ ഓൺലൈനായിട്ട് എടുക്കാറുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഐഡിയ ഉണ്ടാവും ഇമ്മുക്കുട്ടിക്ക്. ജീൻസും അതേപോലെ ഇങ്ങനത്തെ ക്രോപ്പ് ടോപ്പും വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ എടുത്തു അല്ലേ. Yes. അത് കഴിഞ്ഞിട്ട് എനിക്ക് സാരിയാണ് നോക്കണത്. ഞാൻ പറഞ്ഞു അമ്മയടുത്ത് എനിക്ക് സാരി മതി എന്നുള്ളത്. എനിക്ക് ഇങ്ങനത്തെ കാഷ്വൽ വെയർസ് ഒക്കെ നമ്മൾ ഓൺലൈനിൽ എടുക്കണമെന്നല്ലേ. സാരി ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ വീട്ടിലത്തെ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ സാരി സിമ്പിളായിട്ടുള്ളത് ഇഷ്ടം. നമ്മൾ ഈ ബൊട്ടീക്സിന്നും അതൊന്നൊക്കെ എടുക്കണതൊക്കെ എപ്പോഴും അത്യാവശ്യം കുറച്ച് ഗ്രാൻഡ് ആയിരിക്കണം. നമുക്ക് വീട്ടിലത്തെ ഫങ്ഷന് സിമ്പിളല്ലേ നല്ലത്. അപ്പോൾ അതിലത്തെ ഒരു സാരി ഞാൻ എടുത്തിട്ടുണ്ടോ, ഏതാണെന്ന് ഗസ് ചെയ്ത് നോക്കൂ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ കൽപ്പാത്തിയിലൂടെ ഇങ്ങനെ നടക്കാം കേട്ടോ. എപ്പോഴും നമ്മൾ പാലക്കാട് പോയി കഴിഞ്ഞാൽ കൽപ്പാത്തിയിൽ ഇങ്ങനെ നടക്കും. നല്ല രസമാണ്. അല്ലെങ്കിൽ ഞാനും ഏട്ടനും, അല്ലെങ്കിൽ ഞാനും ഏട്ടനും ഇമ്മക്കുട്ടി, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ 2-3 റൗണ്ട് ഇങ്ങനെ കൽപ്പാത്തി കൂടെ ഇങ്ങനെ നടക്കും. അതെ, എന്നിട്ട് നമ്മൾ കപ്പലിൻ്റെ മേടിക്കും. എന്നിട്ട് കപ്പലിൻ്റെ കുറിച്ചുകൊണ്ട് നടക്കും. അപ്പോൾ അതേ ഇമ്മക്കുട്ടിയും അമ്മയും കൂടെ രാവിലെ കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ കഴിച്ച് ആസ്വദിക്കുക. ഇമ്മക്കുട്ടി സ്പെഷ്യലായിട്ട് കുഞ്ഞ് കൊഴുക്കട്ട ഉണ്ടാക്കിയതാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇമ്മക്കുട്ടി. സൂപ്പറാ. ഇമ്മൂന്റെ പല്ലിൽ എന്താണ് കുറേ പേരായി ചോദിക്കുന്നു കേട്ടോ. അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ല, ഒരു കളറാണ്. കുറെ ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആർക്കും അങ്ങനെ കൃത്യമായ കാരണം പറയാൻ സാധിക്കുന്നില്ല. ഇപ്പൊ എന്റെ പല്ല ആണെങ്കിലും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യാൻ പോകുമ്പോ ഡോക്ടറിനോട് ചോദിക്കായിരുന്നു കാപ്പി ചായയൊക്കെ ഒരുപാട് കുടിക്കുമെന്ന്. അപ്പൊ ഞാൻ പറയും ഡോക്ടറെ ഞാൻ അത് കുടിക്കാറില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്തായാലും നമുക്ക് ക്ലീൻ ചെയ്യാൻ തന്നെ നിവർത്തിയുള്ളൂ. പിന്നെ ഇങ്ങനെ ഉണ്ടല്ലോ ഗുഡ് ബാക്ടീരിയ ബാഡ് ബാക്ടീരിയ, അത് നമ്മുടെ വായിലുണ്ട്. അപ്പൊ നമ്മുടെ ബാഡ് ബാക്ടീരിയസ് കുറച്ച് കൂടുമ്പോഴാണ് ഇനി കളർ വരുന്നത്. I know this already exists, but okay. ഇമ്മുന്റെ മെയിൻ കളി ഇതാണ്. Color. Tip top. Which color do you want? Pink. Pink. 8. EIK. 1, 2, 3, 4, 5, 6, 7, 8. 3. Okay. 83.
So 8 is queen. And 3 is makeup. Makeup queen. യെസ്. All hail to the makeup queen. അപ്പൊ എന്തായാലും പറഞ്ഞോല്ലേ. അപ്പൊ അങ്ങനെ കളറ് അങ്ങനെ അത് കാരണമുള്ളതാണ്. പക്ഷെ ഇത്തവണ നമ്മൾ എന്തായാലും ക്ലീൻ ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. കുറെ ഉണ്ട് കേട്ടോ, നല്ലോണം കൂടിയത്. ഇവിടെ നാട്ടിലും കൂടി വന്നപ്പോ കൂടുകയാണ് ചെയ്തത്. ഇപ്പൊ കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എഡിനോയിഡ്സിന്റെയും കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇമ്മുന് ബ്രീത് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, ഭയങ്കര റിലീഫാണ് കേട്ടോ. പക്ഷെ എന്നാലും ഇത്രയും നാള് വായ തുറന്ന് ഉറങ്ങിയതിന്റെ ഒരു ഹാബിറ്റ് ഉള്ളത് കൊണ്ട് ഇമ്മു രാത്രി കിടന്നുറങ്ങുമ്പോ വായ തുറന്ന് തന്നെയാണ് ശ്വസിക്കുന്നത്. അപ്പൊ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു സാധനം എന്തോ വായിൽ വെക്കാനായിട്ട് അതിനുള്ള അളവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ടിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡെന്റലിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അതും ഇനി അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതും നോക്കണം. പല്ല് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് ആ കളറ് വരണം നീക്കി കൊണ്ടുപോകാം. എന്റെ പല്ലിന്റെ കളറ് ഈ പറഞ്ഞ പോലെ ഭയങ്കര വേഴ്സായിരുന്നു. വർഷത്തില് 2 തവണ 3 തവണ ക്ലീൻ ചെയ്യണം എന്നാൽ മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തറിയുമായിരുന്നു കളർ. പക്ഷെ എന്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എന്റെ ഉള്ളിലാണ് കൂടുതൽ, ഉള്ളില് പുറമേക്ക് പിന്നെ വരുള്ളൂ, ഫുൾ ഉള്ളിൽ വന്നതിന് ശേഷം പുറത്തേക്ക് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. എന്നുവെച്ചാൽ വർഷത്തിൽ 2-3 ക്ലീൻ ചെയ്താലും കുഴപ്പമില്ല. ഇവയുടെ പ്രശ്നം എന്ന് വെച്ചാൽ പുറത്താണ് കൂടുതല്. ഉള്ളിലായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ കാണാണ്ട് അത് പിന്നെ അങ്ങോട്ട് പോയിരുന്നേന്. ഓരോരോ കഷ്ടപ്പാട് എനിക്ക് എവിടെ നിന്ന് വരുന്നു എന്നാണ് നമുക്കൊരു ഐഡിയ ഇല്ലാത്ത. അങ്ങനെ എന്താ You had it. അമ്മയ്ക്കും ഉണ്ടായിരുന്നു, അതാ അമ്മ പറയണേ. Might have come to me. എന്റെ ഇത് കിട്ടിയതാണ്. ആക്ച്വലി അമ്മ എനിക്ക് പ്രഗ്നൻസിക്ക് ശേഷമാണ് കേട്ടോ വന്നത്. അതുണ്ടല്ലോ കുറെ പേർക്ക് പ്രഗ്നന്റ് ആയി ഭാവി ഉണ്ടായതിനു ശേഷം എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവും. ചിലർക്ക് കഴുത്തിലെ വരയായിരിക്കും. ഈ കഴുത്തിലെ ഈ വരകളും അതെനിക്ക് പ്രഗ്നൻസി സമയത്ത് വന്നതാ. പിന്നെ അങ്ങോട്ട് അധികം പോയതും ഇല്ല കേട്ടോ. Doesn't look. It's not noticeable. I'm sorry. മോയ്സ്ചറൈസിങ് ക്രീം എടുത്തിടാൻ കേട്ടോ. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ നാളെ നമ്മൾ ഇറങ്ങും കേട്ടോ. കാരണം മറ്റന്നാള് സ്കൂളുള്ളതല്ലേ. അപ്പൊ നാളെ നമ്മൾ ഉച്ചയാകുമ്പോ തന്നെ ഇറങ്ങി പോണ വഴിക്ക് സോറി കേട്ടോ പോണ വഴിക്ക് ഷോബയിൽ ഒന്ന് കയറണം. അവിടെ ബുക്ക് ഫെസ്റ്റിവൽ ഉണ്ട്. അപ്പൊ ഇമ്മൂന് ഭയങ്കര ചാടല്ലേ കുഞ്ഞു. അപ്പൊ ഇമ്മൂനെ സെലക്ട് ചെയ്ത് മേടിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു പോണ വഴിക്ക് അങ്ങനെ പോവാൻ. അപ്പൊ ഇന്ന് എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. എനിക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റി. 8 ഔട്ട്ഫിറ്റ് ചെയ്തു 5 മണിക്കൂർ. അത് കുഴപ്പമുണ്ടായിരുന്നില്ല. അത് വ്ലോഗ് ചെയ്തു, ഷോർട്സ് ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ തരക്കേടില്ലാത്ത എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാലേ അറിയുള്ളൂ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. എന്തായാലും നോക്കട്ടെ. ഇങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞു പോകുന്നുണ്ട് ഉറക്കം വന്നിട്ട്. ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. കാരണം ലേറ്റ് ആയി പാക്ക് ചെയ്തൊക്കെ കിടന്നപ്പോ രാവിലെ നേരത്തെ 5 മണിക്കാണ് എണീറ്റ്. കഷ്ടി ഞാൻ 4 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. എനിക്ക് തീരെ പറ്റില്ല കേട്ടോ അങ്ങനെ ഉറക്കം വെച്ചിട്ട് ഇരിക്കുമ്പോ. പക്ഷെ ഒട്ടും പറ്റാത്ത ചില സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വരുന്നു. ബൈ. കഥ കേട്ടിട്ട് വന്നു. ബൈ. അപ്പൊ നമ്മള് രാവിലെ തന്നെ എന്തിനാണ് ഇറങ്ങിയിരിക്കണേ മുക്കുട്ടി? ചെടികൾ പച്ചക്കറിയൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അധികമില്ല ഇപ്പോൾ, കാരണം 2 ദിവസം മുമ്പ് അമ്മ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. എന്നും ഉണ്ടാവും കേട്ടോ. അങ്ങനെ വെണ്ടയ്ക്ക ഉണ്ടാവും, പയർ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ളത് ഡെയിലി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒരു 3-4 എണ്ണമൊക്കെ കിട്ടിയാൽ തന്നെ ഒരു നേരത്തേക്കുള്ളതായല്ലോ. അപ്പോൾ അത് നല്ലതായിട്ട് തോന്നിയിട്ട് പിന്നെ നമ്മൾ മീനിന് ഫുഡൊക്കെ ഇതാ കണ്ടോ ഓടി നടക്കണുണ്ടോ. മീനിന് ഫുഡൊക്കെ കൊടുത്തു. ഫൈറ്റ് ചെയ്യണു അല്ലേ. ഇതിലുണ്ടല്ലോ വലിയ മീനുകളൊന്നും വന്നിട്ടില്ല കേട്ടോ. വലിയ മീനുകളൊക്കെ ഉള്ളിലാണ് ഉണ്ടാവുക. അത് നമ്മൾ അങ്ങനെ മനുഷ്യരെ കണ്ട അധികം വലിയ മീനുകൾ പുറത്തേക്ക് വരില്ല. ഒച്ചകൾ അങ്ങനെ ഒളിഞ്ഞിരിക്കും. നമ്മൾ അറിയാണ്ടൊക്കെ ഒളിഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ ഇങ്ങനെ കാണാം കേട്ടോ വലിയ മീനുകൾ. പിന്നെ ഇതേ പറമ്പിലിറങ്ങി ഇമ്മക്കുട്ടിയാണ് പറിക്കണത്. എന്താടാ ഇതെന്തായിരുന്നു? ഇത് കൈപ്പയ്ക്ക. ഇതൊരു കുഞ്ഞ് ബേബി കൈപ്പയ്ക്കയാണ് കേട്ടോ. പിന്നെ വെണ്ടയ്ക്ക അത്യാവശ്യം ഉണ്ടാവാറുണ്ട്. മിക്കവാറും ഇവിടുത്തെ വെണ്ടയ്ക്ക വെച്ചിട്ട് തന്നെയാണ് അമ്മ പച്ചടിയൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ പറിച്ചു. പിന്നെ പയർ
Side of the knife. ഇമ്മക്കുട്ടിക്ക് തെറ്റിപ്പോയി മുറിക്കുമ്പോൾ. അപ്പോൾ അമ്മ അച്ഛൻ ഇങ്ങനെയല്ല അങ്ങനെ മുറിക്കണം എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഇമ്മ ഇവിടെ ഇങ്ങനെ പാലക്കാട് വരുമ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന ക്രാഫ്റ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് ഇങ്ങനെ അമ്മ എടുത്ത് വെക്കണതാണ് കേട്ടോ. അപ്പോൾ എല്ലാ തവണയും വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കും അല്ലേ, പുതിയ പുതിയ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും. എന്നിട്ട് നമുക്കിട്ട് എഴുതിയിരിക്കുക, അച്ഛ ഐ വോണ്ട് ടു സ്റ്റാർട്ട് യൂട്യൂബ് ചാനൽ പ്ലീസ്. ഇപ്പോൾ കുറച്ച് നാളല്ല അല്ലേ, കുറേ മാസങ്ങളായി, ഇപ്പോൾ ഏകദേശം 1 വർഷമായി പറഞ്ഞു തുടങ്ങിയിട്ട് ഒരു ഇൻസ്റ്റാ പേജോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമോ പ്ലീസ് 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 എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അച്ഛൻ തീരെ എടുക്കുന്നില്ല. അപ്പോൾ കുറച്ചും കൂടി ആയിട്ട് മതി എന്നാണ് പറയണത്. ആൻഡ് ദാറ്റ് ഈസ് ഫൈൻ. കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ ഇമ്മയ്ക്ക് ഹാൻഡിൽ ചെയ്യാമെന്ന്. ഇപ്പോൾ 7 വയസ്സല്ലേ ആയിട്ടുള്ളൂ, കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനായിട്ടും കൂടി ഇതേ അശോക് ഭവനിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അവിടെ നിന്ന് വട, ഇമ്മുന് വട ഇഷ്ടമാണോ? ഇമ്മയ്ക്ക് ഇഷ്ടമല്ല. ഇമ്മ ഏട്ടൻ വടയും സാമ്പാർ വടയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ പറയും, ചെറുപ്പത്തിൽ അച്ഛനും ഏട്ടനും കൂടി വന്നിട്ട് ഇങ്ങനെ കഴിക്കണ കാര്യമൊക്കെ പറയും. അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു അടയും പക്കോടയില്ലേ, ഇതെൻ്റെ കോളിഫ്ലവറിൻ്റെ പക്കോടയും ഒരു കാപ്പി കേട്ടോ, കാപ്പി ഞാനും ഏട്ടനും കൂടി ഷെയർ ചെയ്ത് കുടിച്ചു. അതിന് ശേഷം നമ്മൾ പാർസൽ മേടിച്ചു കുറച്ച് സ്വീറ്റ് ഐറ്റംസ് ഒക്കെ, കാജു കട്ട്ലിയും അങ്ങനെ കുറച്ച് കേട്ടോ, വളരെ കുറച്ച് മേടിക്കില്ല. ആരപ്പം മധുരം കഴിക്കണം, ഞാനും കഴിക്കില്ല ഏട്ടനും കഴിക്കില്ല. വല്ലപ്പോഴും ഇമ്മക്കുട്ടിയൊക്കെ ഇങ്ങനെ മാസത്തിലൊരിക്കുക അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കുക, അങ്ങനെ നമ്മൾ ഭയങ്കര കുറവാണ് സ്വീറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീട്ടിലും അച്ഛനും അങ്ങനെ കഴിക്കാൻ പറ്റില്ല, വളരെ കുറച്ച്. പിന്നെ ഞാൻ ബാക്കി തൃശ്ശൂർക്ക് കൊണ്ടുവരും, അങ്ങനെ ഒക്കെ ഓരോരുത്തർക്ക് കൊടുക്കും, ഇഷ്ടമുള്ളവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കും. എനിക്ക് മേടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാൻ ഇഷ്ടം. അത് ഞാൻ കുറച്ചൊക്കെ കൊടുക്കും, മധുരം അധികം നല്ലതല്ലല്ലോ, പക്ഷെ മിതത്വത്തിൽ കഴിക്കാം. അതിനുശേഷം നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെയാണ്, കോട്ട മൈതാനത്തിൽ. അത് നമ്മൾ എപ്പോഴും വരണം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഭാവി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് എന്ത് ചെയ്യാം ഇങ്ങനെ ചുമ്മാ അറിയാട്ടെ. ഞങ്ങൾ സിനിമ കഥയാണ് പറയണത്. ഞങ്ങളെപ്പോഴും സിനിമ കഥയും പിന്നെ പൊളിറ്റിക്സും പിന്നെ കുശുമ്പും അതൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. ഞങ്ങൾ ഭാവി കാര്യങ്ങൾ സംസാരിക്കാറില്ല. എന്നിട്ട് വീട്ടിലെത്തി. അപ്പം അമ്മ നല്ല അടിപൊളി ചോറും സാമ്പാറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ യമ്മി. എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടം, ചോറ് കൂട്ടാൻ ഉപ്പേരി. അപ്പോൾ അതേ അമ്മ നെല്ലിക്ക, വീട്ടിൽ നമ്മൾ പാലക്കാട് ഒരു പറമ്പുണ്ട് കേട്ടോ, അവിടെ നെല്ലിക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറേ. അപ്പോൾ അത് വെച്ചിട്ട് അരിഷ്ടല്ലേ അതുണ്ടാക്കി, അത് ടേസ്റ്റാന്ന് അറിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ചെറുപ്പം മുതലേ അരിഷ്ടം കഴിക്കണമായിരുന്നേ. പിന്നെ ഒരു 12ാം ക്ലാസ് വരെയൊക്കെ കഴിച്ചു, പിന്നെ നിർത്തി. ബുദ്ധി വളരാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ എനിക്ക് അരിഷ്ടമൊക്കെ തന്നിരുന്നത് അല്ലേ കുട്ടി, അതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ എനിക്ക് ഇത്ര ബുദ്ധി. ഞാൻ ഒരു 10-15 വർഷമെങ്കിലും അരിഷ്ടം കഴിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും. അങ്ങനെ എന്തായാലും ഞങ്ങൾ പാലക്കാട് നിന്ന് തൃശ്ശൂരെത്തി. ശോഭയിൽ സെക്കൻഡ് ഹാൻഡ് ബുക്കുകൾ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എനിക്ക് നല്ലതായിട്ട് തോന്നി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇമ്മക്കുട്ടീനെ ഓൾറെഡി പാലക്കാട് കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ ഒരു ദിവസം തൃശ്ശൂരുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഏട്ടനും കൂടി ശോഭയിൽ ഒരു ആവശ്യത്തിന് വന്നപ്പോൾ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചോദിച്ചു എത്ര ദിവസം ഉണ്ടെന്ന്. അപ്പോൾ 2 ദിവസം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇമ്മക്കുട്ടീനെ കൊണ്ടുവരണ അന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇമ്മക്കുട്ടിക്ക് ഇഷ്ടമുള്ളത് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇമ്മ നോക്കി മേടിക്കുകയാണ്. ഇമ്മ തന്നെ അതിൻ്റെ സിനോപ്സിസ് വായിച്ചിട്ട് ഇഷ്ടമുള്ളത് കൂടുതൽ ഈ മൃഗങ്ങളുടെയൊക്കെയാണ് അല്ലേ വായിക്കാൻ ഭയങ്കര ഇഷ്ടമായി. ഇമ്മൂന് പപ്പിയുടെ കഥകളും അതും ഇതൊക്കെ ആയിട്ട്. അങ്ങനെ അത് മേടിച്ചു. ഒരു 8 പുസ്തകം മേടിച്ചു അല്ലേ. പിന്നെ ഇമ്മൂന് കോൺ ഭയങ്കര ഇഷ്ടമാണ്, വീട്ടിലും ഉണ്ടാക്കും കേട്ടോ കോൺ. അപ്പോൾ അത് കഴിച്ചു. അപ്പോഴേക്കും പിന്നെ ഇമ്മക്കുട്ടിക്ക് യാത്ര ചെയ്ത ഒത്തിരി ബുദ്ധിമുട്ടായി ഇമ്മയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ. അതെ, യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എസ്പെഷ്യലി കാറിൽ, ട്രെയിനിൽ കുഴപ്പമില്ല കേട്ടോ, കാറിലാണെങ്കിൽ അവൾക്ക് തലവേദനയും വൊമിറ്റിംഗ് സെൻസേഷനൊക്കെ നല്ലോണം ആ ഒരു ഇതുണ്ട് ഇമ്മയ്ക്ക്. നമ്മളത് മാക്സിമം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയി, യാത്ര ചെയ്യാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടിൽ വിഷമത്തിലാണ് ഇമ്മക്കുട്ടി. അപ്പോഴാണ് ഞങ്ങൾ ഇവിടെ ആര്യാസിൽ നിന്ന് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് നോക്കുമ്പോൾ നിറയെ ബാറ്റ്സ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ വേഗം വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ. ഒന്ന് ഉറങ്ങിയിട്ടാ ഇമ്മക്കുട്ടി സെറ്റാണ്, റെഡിയാണ് അല്ലേ. അപ്പോൾ ലവ് യു ഓൾ സോ മച്ച്, ബൈ.